പുരുഷന്മാരെപ്പോഴും പാമ്പറിങ്, നല്ലൊരു സെക്ഷൽ ലൈഫ്, ഇതൊക്കെ ആഗ്രഹിക്കുന്നതാണ് മോസ്റ്റ്ലി പുരുഷന്മാര്. സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ മനസ്സുകൊണ്ടാണ് കൂടുതൽ അവരുടെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു സാരി വാങ്ങിക്കൊടുക്കുന്നതിലായിരിക്കും, കമ്മൽ നല്ലതാണെന്ന് പറയുന്ന അവരെ വീട്ടിലെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുന്നതിലായിരിക്കും. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അത് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഓരോ വാഹനങ്ങൾ, ഇതിൽ നിന്ന് വരുന്ന സ്മോക്ക്, ഇതൊക്കെ നമ്മൾ ശ്വസിക്കുകയല്ലേ. ഇത് ഗ്രാജുവലി നമുക്ക് ലീഡ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഡിസോർഡറിലേക്ക് നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇന്ന് സമൂഹത്തിലെ രണ്ടുപേരും ഇക്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ എയ്ഡിങ് ആണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും രണ്ടുപേരും ഇന്ന് ഭയങ്കര ഈക്വലാണ്. കുഞ്ഞിൻ്റെ സ്കൂളിലൊരു ആനുവൽ ഡേയോ അതുവരെ കൊച്ചിന് പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകുന്നതോ അപ്പോൾ അമ്മയില്ലേ അച്ഛനില്ലേ ഇങ്ങനെയുള്ളൊരു ചോദ്യമാണ് ആ കുഞ്ഞിലുണ്ടാക്കുന്ന വേദന. ചില പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. ആ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ പ്രണയവും ആ ലൈഫും ചിലപ്പോൾ മോസ്റ്റ്ലി ബ്യൂട്ടിഫുൾ ആകാം. ഡോക്ടർ, നമ്മൾ സ്ത്രീകൾക്ക് 30 വയസ്സിന് ശേഷം കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാറുണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? അതിനോട് എന്താണ് അതിനുള്ള പ്രതിവിധി? ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഒരു 30 years എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏജിലേക്ക് ആയി എന്നുള്ളൊരു സ്റ്റെപ്പ് വെച്ച് തുടങ്ങി. അപ്പം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് നടക്കും. അത് കൂടാണ്ട് തന്നെ ഒരു 15 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾക്കും ഒക്കെ കണ്ണിന് ചുറ്റും, സ്കൂൾ ഗോയിങ് കുട്ടികൾക്കും ഒക്കെ കണ്ണിന് ചുറ്റും കറുപ്പ് കണ്ടുവരുന്നുണ്ട്. അത് ഒന്നുകിൽ കുട്ടികൾക്ക് അനീമിക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് ഇല്ലാത്തത് കാരണവും കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. അപ്പോൾ ഈ 30 years കൂടുതൽ കണ്ടുവരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൊളാജിൻ്റെ കുറവ് വരികയും ബ്ലഡ് വെസൽസ് കൂടുതലായിട്ട് വിസിബിൾ ആവുകയും ചെയ്യും കണ്ണിന് ചുറ്റും. അതുകൊണ്ടാണ് കൂടുതലും സ്ത്രീകൾക്കും പുരുഷന്മാരിലും ഒക്കെ കണ്ണിന് ചുറ്റും നല്ല കറുപ്പ് കണ്ടുവരുന്നത്. അതേപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഇൻടേക്ക് കുറയുകയും നമ്മുടെ ഉറക്കം ഒരു 7 to 8 hours നമ്മൾ മിനിമം ഉറങ്ങണം. ആ ഉറക്കത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും അതേപോലെ സ്ക്രീൻ ടൈം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ലാപ്ടോപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാനുള്ള കാരണങ്ങളാണ്. അതേപോലെ ഇപ്പോൾ സൺ എക്സ്പോഷറിൽ പോകുമ്പോൾ അവിടെ മെലാനിൻ ഡിപ്പോസിഷൻ വരികയും അത് കറുപ്പിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പ്രതിവിധി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, തൈറോയ്ഡ് പ്രൊഫൈൽ ചെയ്യണം. അതേപോലെ തന്നെ HB എത്രയുണ്ട്, അനീമിക് ആണോ അല്ലയോ എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ സൺ എക്സ്പോഷർ ആണ് എന്നുണ്ടെങ്കിൽ സൺസ്ക്രീം യൂസ് ചെയ്യണം. അതേപോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു കോട്ടൺ പാഡിൽ തണുത്ത വെള്ളം എന്തെങ്കിലും ആക്കിയിട്ട് കണ്ണിൽ പാഡ് വെക്കുക ഒരു 15 to 10 minutes. അതേപോലെ കുക്കുംബർ സ്ലൈസ് ആക്കിയിട്ട് അത് കണ്ണിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കണ്ണിൽ ചെറിയ മൈൽഡായിട്ട് സർക്കുലർ മസാജസ് കൊടുക്കുന്നത് ഐ മസിൽസിനെ റിലാക്സ് ചെയ്യുന്നതിനും അവിടത്തേക്കുള്ള ഒരു പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യും. ഫുഡിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഫുഡിൽ ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ വൈറ്റമിൻ സി കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസും, അതായത് ഇപ്പോൾ സ്പിനാച്ച്, നെല്ലിക്ക, ഇതൊക്കെ അയൺ കണ്ടെയ്നിങ് ഫുഡും കൂടെയാണല്ലോ. അപ്പോൾ ഓറഞ്ച്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ വാട്ടർ ഇൻടേക്ക് കൂട്ടണം. നമ്മുടെ ഒരു സ്ലീപ്പിംഗ് അവേഴ്സ് പ്രോപ്പറായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഡോക്ടർ, പണ്ടുള്ള ഫാമിലിയിലൊക്കെ കുട്ടികൾ ഒരുപാട് ആൾക്കാർ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ കൂടെയാണ് വളർന്നിരുന്നത്. അപ്പം അവർക്ക് ആ ബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതേക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. ഇപ്പം മുതിർന്നവരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് പോലും പല കുട്ടികൾക്കും അറിയില്ല. അപ്പം അവർ ഭയങ്കര സെൽഫിഷായിട്ടൊരു ലൈഫാണ് ഇപ്പം കൊണ്ടുപോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി പണ്ട് ഞാനും ഒക്കെ വളർന്ന സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഗ്രാൻഡ് മദർ ഉണ്ടാകും, ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും അല്ലാണ്ട് നമ്മളെ സ്നേഹിക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോം കൂടെ എനിക്ക് അവിടെ കിട്ടിയിരിക്കും. ഇപ്പം എൻ്റെ മോളുടെ കാര്യം നോക്കുകയാണെങ്കിലും എൻ്റെ മകൾക്ക് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അവൾക്ക് ഞങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ അവൾക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറൊരു വ്യക്തി അവിടെ ഇല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര പേരാണ് ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? അപ്പൊ പോലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഫുഡ് കഴിക്കുന്ന ടേബിളിൽ പോലും നമ്മളൊരു സൈഡില് ഫോൺ ഉപയോഗിക്കും അല്ലെ, TV കാണും. ഇതിലെവിടെയാണ് കമ്മ്യൂണിക്കേഷൻ? ഒരു ഡേ ഓൾ സ്പെൻഡ് ചെയ്യുന്നത് പോലും പരസ്പരം ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പം കുട്ടികൾക്ക് ആദ്യ അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ് അല്ലെ? പാരൻസിൽ നിന്നാണ് അമ്മ, അച്ഛൻ, ഇങ്ങനെയുള്ള ഓരോ വാക്കുകളും
നമ്മൾ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു സാധനം മറ്റൊരാൾക്ക് കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ തന്നെ കർത്തവ്യം തന്നെയാണ്. ഇപ്പം കൂടുതലായിട്ട് ഇപ്പം എല്ലാവരും പറയാറുണ്ട് സ്കിൻ കെയർ ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ലേഡീസ്. അപ്പം അത് നമുക്ക് ശരിക്കും സ്കിന്നിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ, നല്ലതാണോ അങ്ങനെ നമ്മളത് യൂസ് ചെയ്യുന്നത്? ക്രീംസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് സ്കിന്നിന് അത്രത്തോളം ബെനിഫിറ്റ് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ സ്കിന്നിൽ അത് ഒരു ഗ്ലോ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ അനീമിക് ആയിട്ടുള്ള ഒരാളാണ്, അവരുടെ മുഖം എപ്പോഴും വിളർച്ചയിലേ ഇരിക്കുള്ളൂ. അത് എത്ര ക്രീം യൂസ് ചെയ്താലും അവർക്ക് ആ കണ്ണിന്റെ പഫ്നെസ്സും ആ മുഖത്തുണ്ടാകുന്ന വിളർച്ചയും അത് അതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്രീംസ്, മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രോബ്ലംസ് ഇല്ല, അതെല്ലാവരും യൂസ് ചെയ്യുന്നത് കാര്യമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഡയറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വെള്ളം ധാരാളം നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് വേണം. ഇത് സ്കിന്നിന്റെ ഡ്രൈനെസ് ഒഴിവാക്കുന്നതിനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ. അതേപോലെ വാട്ടർ കണ്ടൈനിങ് ഫ്രൂട്ട് ഐറ്റംസ് നമ്മൾ ശരിക്കും എടുക്കണം. അതേപോലെ തന്നെ വൈറ്റമിൻ സി, അയൺ റിച്ച് ആയിട്ടുള്ളത് ഇതെല്ലാം നമ്മൾ, അതേപോലെ പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻസ് ഒക്കെ സഫീഷ്യന്റ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിലാണ് നമ്മുടെ സ്കിന്നുകളിൽ ചുളിവുകളൊക്കെ ഡെവലപ്പ് ആകാനായിട്ട് തോന്നും. നമ്മൾ ക്രീംസ് യൂസ് ചെയ്യുന്ന അതേ ഇൻട്രസ്റ്റോട് കൂടി തന്നെ നമ്മുടെ ഡയറ്റ്, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും വൈറ്റമിൻ ഇന്റെ ക്യാപ്സ്യൂള് കഴിക്കുന്നത്, അതേപോലെ നട്ട്സിൽ വന്നിട്ട് ബദാം, നിങ്ങൾക്ക് അറിയാമല്ലോ, ബദാം, വാൽനട്ട്, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗ്ലോയും സ്കിന്നിന്റെ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയും ഇത് നമ്മളൊരു 30 കഴിഞ്ഞവർ ഉറപ്പായിട്ട് കഴിച്ചിരിക്കേണ്ടതാണ്. ഡോക്ടറെ, പണ്ടുള്ള ആൾക്കാർ ഒരു 40 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഏജ് ഫീൽ ചെയ്യുമായിരുന്നു. അമ്മമാർ 40 ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ. പക്ഷെ ഇപ്പം ഉള്ള ജനറേഷൻ എന്ന് കഴിഞ്ഞാൽ 40 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അവർ വളരെ യങ്ങാണ്, അവർ വളരെ എനർജറ്റിക് ആണ്. എല്ലാ കാര്യങ്ങളും അവർ വളരെ എനർജറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവരും ഡാൻസ്, അങ്ങനെ യോഗ, ജിമ്മ്, എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം ഇപ്പം എന്താണ്? ആ ഒരു ജനറേഷൻ ഇപ്പം അങ്ങനെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് ഈ ജനറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റോറി പറയാം. എൻ്റെ അടുത്ത് 2 ദിവസത്തിന് മുന്നേ എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ ഒരു ലേഡി വന്നിരുന്നു. അവർക്കൊരു സ്കാപ്പുലർ റീജിയൻ, അതായത് നമ്മുടെ തോളലിൻ്റെ അവിടെ നീര് വീണിട്ട് വന്നതാ. അപ്പൊ ആള് വന്നു എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഏജ് എഴുതാൻ നോക്കിയപ്പോൾ 45 ഏജ് ഒക്കെ ആയിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഏജ് എത്രയാണ് ആൻറ്റി, എത്രയാണ് ഏജ് എന്ന്. അപ്പൊ അവരെന്നോട് ഏജ് പറഞ്ഞപ്പോൾ 68. അവരെ കണ്ടു കഴിഞ്ഞാൽ 45 വയസ്സേ തോന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ആൻറ്റി നല്ല യങ്ങാണല്ലോ, സുന്ദരിയാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൻറ്റി സൂംബ ക്ലാസ്സിന് പോകും, യോഗ ചെയ്യും, സ്വിമ്മിങ്ങിന് പോകും, ഫുൾ ടൈം ആക്റ്റീവാ. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഫുൾ ടൈം ആക്റ്റീവാ. അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം ഹാപ്പി ആക്കി വെക്കാവോ അത്രത്തോളം നമ്മൾ എങ്ങായിട്ടിരിക്കും. നമ്മുടെ മൈൻഡിന്റെ ഹാപ്പിനെസ് ആണ് നമ്മുടെ ഓവറോൾ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഹെൽത്ത് എന്ന് പറയുന്നത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമുക്ക് പ്ലഷർ ഹോർമോൺസ് എന്ന് പറയും, ഹാപ്പി ഹോർമോൺസ്, ഇത് ഒരുപാട് സെക്രീറ്റ് ചെയ്യുകയും ആ ഹോർമോൺസ് നമ്മുടെ ഒരു ബ്യൂട്ടീനെ എപ്പോഴും എൻഹാൻസ് ചെയ്ത് നിർത്തും എന്നുള്ളതാണ് സത്യം. അതെ, എല്ലാവരെയും സ്നേഹിക്കുക, ആരോടും ഒരു സ്നേഹം എന്നുപരി നമ്മളൊരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എപ്പോഴും സെക്രീറ്റ് ചെയ്യുന്നത് സ്ട്രെസ് ഹോർമോൺസ് ആയിരിക്കും. എന്നാൽ നമ്മൾ എല്ലാ കാര്യത്തിനെയും ഒരു പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി എടുത്ത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു എങ്ങായിട്ടിരിക്കാൻ സാധിക്കും. എപ്പോഴും ഒരു സ്മൈലി ഫേസ് ആണ്. നമ്മളെ കാണുന്നവർക്കും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കാണുമ്പോഴാണല്ലോ ഹാപ്പിനെസ്. ചുറ്റുമുള്ളവരിലും പ്രസരിപ്പ് വരുത്തുക. പിന്നെ പഴയ കാലഘട്ടം എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് ഒരുപാട് സ്കിൻ കെയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇന്ന് ഒത്തിരി അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഏജ് തോന്നാണ്ടിരിക്കാനുള്ള രീതിയിലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഇന്ന് ഒത്തിരി അവൈലബിൾ ആണ്. പണ്ടത്തെ കാലത്തെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്ന് അതിനുള്ളൊരു സ്കിൻ റൊട്ടീൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വളരെ കൂടുതലാണ്.
പക്ഷെ ആരോഗ്യത്തിന്റെ കാര്യത്തില് പഴമ നോക്കുന്നതാണ് അവരാണ് ഏറ്റവും ആരോഗ്യവന്മാരെന്ന് പറയുന്നത്. പണ്ട് ഉരല് അമ്മിക്കല്ല് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇന്നവർക്ക് കയറില് നമ്മൾ വെള്ളം കോരുമല്ലോ കപ്പി ഉപയോഗിച്ചിട്ട്, അന്ന് ആ എക്സസൈസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്ന് അതൊന്നും നമ്മൾ വീട്ടിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ ജിമ്മിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഈ സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആയി. അപ്പം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിൻ കെയറിനും കൂടെ വേണ്ടിയിട്ട്. പണ്ടത്തെ അമ്മമാർക്ക് വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാനായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും തുടങ്ങി. നമുക്ക് സെൽഫ് കെയർ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ നല്ല സുന്ദരിയായിട്ടിരിക്കും. പണ്ട് അതിനുള്ള ടൈം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, നമ്മള് ഒരു 60+ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എല്ലാവരും റിട്ടയർ ലൈഫിൽ ട്രിപ്പൊക്കെ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഒരു ഏജിൽ പോയി എൻജോയ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് പോയിട്ട് എൻജോയ് ചെയ്യുന്നതാണോ നല്ലത്? ആക്ച്വലി ട്രിപ്പിന് ഇന്ന് പ്രായം ഒന്നും ഇല്ല അല്ലെ. ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചിട്ടാണ് ഓരോരുത്തരും യാത്രകൾ പോകുന്നത്. അത് നമ്മൾ ഒത്തിരി ദൂരെ പോകണം എന്ന് തന്നെ ഇല്ല, ആവശ്യമില്ല. നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു 1 ഡേ ട്രിപ്പ് ആണെങ്കിലും അത് 60 വയസ്സ് കഴിഞ്ഞിട്ട് അത്രയും നാൾ അനുഭവിച്ച സ്ട്രെസ്സില് ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരാം, ലിവറിന് പ്രോബ്ലം വരാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ അറ്റ് പ്രസന്റ് ലൈഫിൽ നമ്മളെ ചെറിയ ചെറിയ യാത്രകൾ പോവുക, ഓരോ മൊമെന്റുകളും എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതൊക്കെയാണ് വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ ഈ ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഏൺ ചെയ്യുന്നു, ട്രിപ്പ് പോകുന്നു. നമ്മളുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മൾ മറ്റു കുട്ടികൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ മലയാളികൾ കൂടുതലും ചെയ്യുന്നത്. ഫോറിൻ കൾച്ചർ എൻ്റർലി ഡിഫറെന്റ് ആണ്. അതായത് അവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് സ്കൂൾ ടൈമിൽ തന്നെ അവര് പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന കുട്ടികളാണ്. നമ്മളിവിടെ നമ്മുടെ മക്കളെ എവിടെയാ പാർട്ട് ടൈമിന് വിടുന്നത് അല്ലെ? പോകുന്ന കുട്ടികളുണ്ട്, ഇല്ലാന്നല്ല, എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ നമ്മള് കുറവാണ്. അപ്പോ അവർക്ക് അവരുടെ മണി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യും. പല യാത്ര 6 മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം അവര് ഏതെങ്കിലും രാജ്യങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ട് പോകും. ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കേരളം വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ യാത്രകൾ പോകുന്നത് എപ്പോഴും നമ്മുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റിക്കും നമ്മുടെ ഒരു ഓവറോൾ ഹെൽത്തിനും വളരെ നല്ലതാണ്. നമുക്ക് ആ ഒരു സന്തോഷം കിട്ടും. അതെ, ഹാപ്പിനെസ്, അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഹാപ്പി ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക എന്നതാണ് അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് പ്രായം ഒരു കാരണമല്ല. ഡോക്ടർ, നമ്മൾ യാത്രയൊക്കെ പോകുമ്പം ആരോഗ്യപരമായിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? അതായത് ഇപ്പം നമ്മൾ ഒരു മലയുടെ മുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് BP കൂടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതിനൊക്കെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആക്ച്വലി നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക്, അതായത് ഇപ്പോൾ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഏത് സ്ഥലത്തേക്ക് നമ്മളൊരു 5 to 10 days യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം. എന്നിട്ട് അവരുടെ ഡോക്ടർ ആരാണോ ആ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവര് കഴിക്കുന്ന മെഡിസിനുകൾ ഇതെല്ലാം അവർ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ വലിയ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ BP-ക്ക് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അവരുടെ BP മോണിറ്റർ ചെയ്യാനുള്ള ഒരു മെഷീൻ അവരുടെ കയ്യിൽ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ ഓക്സിജൻ ചെക്ക് ചെയ്യേണ്ട ഓക്സിമീറ്റർ എന്ന് പറയും, അതും അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. പിന്നെ കഴിക്കുന്ന ആഹാരം, നമ്മളെപ്പോഴും കഴിക്കുന്ന ഭക്ഷണം, അത് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ നല്ല ഫുഡുകൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഒരു ഛർദിൽ വന്നാലോ ഒരു ലൂസ് മോഷൻ വന്നാലോ കഴിക്കേണ്ടതായിട്ട് അവിടെ അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അവരെപ്പോഴും അതെല്ലാം കയ്യിൽ കരുതേണ്ടതാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ എപ്പോഴും വെച്ചിരിക്കേണ്ടതാണ്. പിന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് ഈ മോഷൻ പോകാത്തതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകും. പക്ഷെ അതെല്ലാം അവരുടെ ഒരു ഡോക്ടറിനെ കണ്ട് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്ത്, കുട്ടികളാണെങ്കിലും യാത്ര പോകുന്നതിന് മുന്നേ ഒരു ഡോക്ടറിനെ കണ്ട് അവർക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് അവർക്കറിയാലോ. ഇപ്പോൾ ഇൻഡൈജഷൻ ആകും, യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി വൊമിറ്റ് ചെയ്യുക, ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോഴത്തേക്കും സിക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവർ കയ്യിൽ കരുതേണ്ടതാണ്, ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം.
ഡോക്ടർ, പണ്ടത്തെ ജനറേഷനിൽ അസുഖങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പം എവിടെ എല്ലാവർക്കും അസുഖങ്ങൾ കൂടുതലാണല്ലോ. അപ്പം അതെന്താ, നമ്മുടെ ജീവിത രീതിയുടെ പ്രശ്നങ്ങളാണോ, ജങ്ക് ഫുഡ്സിന്റെ ആണോ, എന്താ അത്? ഇന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഫുള്ള് പൊല്യൂട്ടഡ് അല്ലേ. ഇപ്പൊ അടുത്തിടെ ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ, പത്രത്തിൽ വന്ന ന്യൂസാണ്, കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ, ഡസ്റ്റ്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും റെസ്പിറേറ്ററി ഡിസീസസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരുന്നു. നമ്മുടെ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഓരോ വാഹനങ്ങള്, ഇതിൽ നിന്ന് വരുന്ന സ്മോക്ക്, ഇതൊക്കെ നമ്മൾ ശ്വസിക്കുകയല്ലേ. ഇത് ഗ്രാജുവലി നമുക്ക് ലീഡ് ചെയ്യുന്നത് റെസ്പിറേറ്ററി ഡിസോർഡറിലേക്ക് നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതേപോലെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ ഇതിലെ പാസ് ചെയ്ത്, ഞാൻ ആലുവ വഴി പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചപ്പോ അത് കേബിളിൽ കത്തിപ്പിടിച്ചു, അങ്ങനെ വലിയ തീയായി, അങ്ങനെ ബ്ലോക്കായി. അപ്പൊ എല്ലാവരും, നമുക്ക് ഒരുപാട് വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പൊ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് എത്രത്തോളം ഹെൽത്തിന് പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൂടുതൽ അസുഖങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഫുഡ്, നമ്മൾ വീട്ടിൽ തന്നെ വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇല്ല. അപ്പോൾ അത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന വെജിറ്റബിൾസ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. നമുക്കിവിടെ കൃഷി കുറവല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഗ്രാജുവലി രോഗത്തിലേക്ക് നയിക്കും. പ്രിസർവേറ്റീവ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ, ഈ ബ്രോയിലർ ചിക്കൻ, അതേപോലെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇതൊക്കെ എത്ര ദിവസമായിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ ടേസ്റ്റോട് കൂടി ആസ്വദിച്ച് കഴിക്കും. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒത്തിരി ചേഞ്ച് ആക്കിയാൽ മാത്രമേ നമുക്ക് രോഗത്തിൽ നിന്ന് ഒരു മുക്തി കിട്ടുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി നമുക്ക് പഴയ ജീവിത രീതിയിലേക്ക് പോകാനായിട്ട്, അതായത് ഇപ്പം പണ്ടുള്ള ആൾക്കാർ പറയും രാവിലെ എഴുന്നേൽക്കുമ്പം എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു രീതി നല്ലതാണോ? നമ്മൾ പഴയ രീതിയിലേക്ക് പോകുന്നതാണോ നല്ലത്? അതായത് പഴയ രീതി എന്ന് പറയുന്നത് രാവിലെ എണീറ്റുടനെ ഭൂമിനെ വന്ദിക്കണം, ഇങ്ങനെയുള്ള കുറെ ചിട്ടവട്ടങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. ഈ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പൊ സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യനെ നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ എല്ലാ ഓർഗൻ സിസ്റ്റത്തിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. സൂര്യ നമസ്കാരത്തിലെ ഓരോ എക്സസൈസുകളും ഇപ്പൊ അതെ, സൂര്യ നമസ്കാരത്തില് നമ്മൾ ചെയ്യുന്ന 12 ഇതും നമ്മുടെ ഓരോ ഓർഗൻ സിസ്റ്റത്തിനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. അതേപോലെ നമ്മൾ ഇപ്പോൾ ഭൂമിയെ വന്ദിക്കണം എന്ന് പറയും. അപ്പൊ നമ്മള് ഫുള്ള് ബോഡി, സ്പൈൻ ഫുള്ള് സ്ട്രെച്ച്, അത്രയും നേരം നമ്മൾ നിവർന്ന് കിടക്കുകയല്ലേ. നിവർന്ന് കിടന്നതിന് ശേഷം നമ്മൾ എണീറ്റ് ആ സ്പൈന് നമ്മൾ സ്ട്രെച്ച് ചെയ്യാണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓവറോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഈ അന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടെ ബെയർ ഫുട്ടായിട്ട് ഭൂമിയിൽ നടക്കുമായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും നടക്കുന്നത് അല്ലെ. അപ്പൊ ഈ ബെയർ ഫൂട്ടിൽ നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്നിട്ടുള്ള ഒരു മാഗ്നറ്റിക് എനർജി നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ ചെരുപ്പിടാണ്ട് നടക്കുന്നത് അവരുടെ ഒരു ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ടായ ഒരു കാര്യമാണ്. പിന്നെ അന്ന് കഴിച്ചിരുന്ന ആഹാരം, അതേപോലെ ഇപ്പൊ ചോദിച്ചില്ലേ ഒരു ഗ്ലാസ് വെള്ളം എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് എന്തിനാണെന്ന്. അപ്പൊ ഈ എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രയും നേരം ഫാസ്റ്റിങ്, ഒരു 7 to 8 hours നമ്മൾ ഫുഡൊന്നും ഇൻടേക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സ്റ്റൊമക്കിനകത്ത് ഒരു അസിഡിക് pH ഉണ്ട്. അപ്പം ഇത് വെള്ളം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അതിനെ ആ അസിഡിറ്റിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ പ്ലെയിൻ വാട്ടർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മുടെ ഒരു ദിനചര്യ എന്ന് പറയും, ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്. അതെന്താണ് നമ്മളുടെ ദിനചര്യകൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ദിനചര്യ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് മുഖം കഴുകി പല്ല് തേച്ച് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ദിനചര്യയിൽ വരുന്നതാണ്. നമ്മൾ കവിളില് വെള്ളം നിറച്ചിട്ട് ചെയ്യുന്ന എക്സസൈസ്, ഇതൊക്കെ നമ്മുടെ ദിനചര്യയിൽ പെടുന്നതാണ്. നമ്മുടെ ക്ലെൻസിങ്, നമ്മുടെ ഓവറോൾ ഉള്ള ക്ലെൻസിങ് ആയിട്ട്, ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓവറോൾ ഒരു ഹെൽത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഈ ദിനചര്യ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ കണ്ണ് ക്ലീൻ ചെയ്യുന്നത്, ചെവി ക്ലിയർ ചെയ്യുന്നത്, നോസൽ ക്യാവിറ്റി, അതായത്
നോസിന്റെ ഭാഗം വന്നിട്ട് ക്ലിയർ ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ദിനചര്യയുടെ ഭാഗമായിട്ട്, അതേപോലെ നമ്മൾ ക്ലിയർ ആയിട്ട് മോഷൻ പോകുന്നത്, ഇതെല്ലാം ഒരു ദിനചര്യയുടെ ഭാഗമാണ്. നമ്മളിപ്പോ എന്തിനും ഏതിനും മെഡിസിനെ ആശ്രയിക്കുന്ന ഒരു കാലമാണല്ലോ. ഇപ്പൊ ഒരു കൈവേദന വന്നാൽ ഓടി നമ്മൾ പോയി ടാബ്ലറ്റ് എടുത്ത് കഴിക്കും. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം കുറച്ചും കൂടെ പ്രകൃതിയോട് ഇണങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ഇപ്പൊ നീര് വന്നു എന്ന് പറഞ്ഞല്ലോ, ഈ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കും മഞ്ഞപ്പൊടി. എല്ലാ വീട്ടിലും ടർമറിക് പൗഡർ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടാകുന്ന ഭാഗത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയുടെ പേസ്റ്റ് വെള്ളത്തിൽ ചാലിച്ചിട്ട് ആ മഞ്ഞപ്പൊടിയുടെ പേസ്റ്റ് ചെറിയ നീരാണെങ്കിൽ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നീര് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. കാര്യം മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് അതായത് കുർക്കുമിനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പൊ നമുക്ക് കിട്ടുന്ന മഞ്ഞപ്പൊടിയിലൊക്കെ എത്ര ശതമാനം കുർക്കുമിൻ ഉണ്ടെന്ന് അറിയില്ല. കുർക്കുമിനൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ കുർക്കുമിൻ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് അപ്ലൈ ചെയ്താൽ തന്നെ അതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ്. ആ നീര് കുറഞ്ഞു തുടങ്ങും. അതേപോലെ തഴുതാമ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അത് ഇട്ട് വെള്ളം കുടിക്കുന്നത് നീര് വലിയുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഞെരിഞ്ചിൽ എന്ന് പറയും, ബാർലിയേരി, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഡയൂററ്റിക് ആക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതായത് നീർക്കെട്ടോ അല്ലെങ്കിൽ നമുക്ക് മൂത്രം നന്നായി പോകുന്നില്ല, മൂത്രത്തിൽ കല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കിഡ്നി എല്ലാം ഇത് ഡയൂററ്റിക് ആയതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിനേഷൻ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് നീർക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ലേപനം ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് ലേപനം ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ കൊട്ടം ചുക്കാദിയുടെ ലേപചൂർണോ അല്ലെങ്കിൽ നാഗരാദിയോ അങ്ങനത്തെ ലേപചൂർണങ്ങൾ അവൈലബിൾ ആണ്. ഡോക്ടറെ, ഇപ്പോഴത്തെ കുട്ടികള് കല്യാണം കഴിക്കാനായിട്ട് അവര് സ്വന്തം കാലിൽ നിന്നിട്ടാണ് കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്. പണ്ട് ഒരു 18-20 വയസ്സാകുമ്പം പേരൻസ് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആകണം. പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹം ഒന്നിൻ്റെ അവസാന വാക്കല്ല എന്നാണ് അവർ പറയുന്നത്. വിവാഹം കഴിക്കാതെയും ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പോൾ അതേക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്താണ്? വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു മെന്റൽ ആൻഡ് ഇമോഷണൽ തിങ് ആണല്ലോ. അതെ, വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതും ആണല്ലോ, ഒരു ബോണ്ടാണ്. കുടുംബങ്ങളാണെങ്കിലും ജീവിക്കേണ്ടത് ഈ രണ്ട് വ്യക്തികളാണല്ലോ. കുടുംബത്തിലുള്ള അച്ഛനും അമ്മമാരും ഒരുമിച്ച് ജീവിക്കുന്നില്ലല്ലോ. ഇല്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പം ഇപ്പം രണ്ടുപേര് സ്നേഹിച്ച് കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് അവർ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. അതേസമയം അവർക്കൊരു പ്രശ്നം വന്നാൽ പേരൻസും കൂടെ ഉണ്ടാവുമല്ലോ, ഒരു ഫാമിലി ആയിട്ട് ആവുമ്പോഴത്തേക്കിന്. പാരന്റ്സ് ഉണ്ടാകും, പക്ഷെ നമ്മൾ ജീവിക്കേണ്ട ലൈഫ്, നമ്മുടെ ലൈഫ് ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ലൈഫ് പല പ്രോബ്ലംസ് ഡെവലപ്പ് ആകും. പരസ്പരം അവർ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്താൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിനൊരു നിലനിൽപ്പുണ്ടാവുള്ളൂ. അതിലേക്ക് പാരന്റ്സ് വരികയും അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അപ്പോ അവിടെ എൻഡ് അപ്പ് ആകും. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. പിന്നെ ഇപ്പം ഡിവോഴ്സിന്റെ എണ്ണം കൂടുകയാണല്ലോ. ഇപ്പൊ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറാവുന്നില്ല. പണ്ടത്തെക്കാളും ഇപ്പം പെട്ടെന്ന് തന്നെ അവര് പിരിയുകയാണ്. അപ്പം അതിന്റെ ഒരു റീസൺ, പണ്ടൊരു ഫേമസ് നോവൽ ഉണ്ടായിരുന്നു, മതിലുകൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ. പണ്ടത്തെ ജീവിച്ചിരുന്ന സ്ത്രീകളുടെ ഒരു സമ്പ്രദായം ഇന്ന് നമുക്കിടയിലില്ല. പണ്ട് സ്ത്രീ എന്ന് പറയുന്നവൾ തലകുനിച്ച് ഭർത്താവിനെ റെസ്പെക്ട് കൊടുത്ത് ഭർത്താവിനെ പൂജിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഭാരതീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി. സ്ത്രീകൾ പുരുഷനൊപ്പം തന്നെ ഏൺ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇന്ന് സമൂഹത്തിലെ രണ്ടുപേരും ഇക്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഏണിംഗ് ആണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും രണ്ടുപേരും ഇന്ന് ഭയങ്കര ഈക്വലാണ്. അതെ, ഇപ്പം എല്ലാ സ്പോർട്സിന്റെ കാര്യം, എല്ലാ കാര്യത്തിലാണെങ്കിലും പെൺകുട്ടികൾ ഇപ്പം ഒരുപാട് മുൻപന്തിയിലാണ്. അതെ. അപ്പം അല്ല, ഞാൻ ചോദിച്ചത് അപ്പൊ ഡിവോഴ്സിന്റെ ഇപ്പൊ കൂടുതലും ഡിവോഴ്സ് ആകുന്നുണ്ടല്ലോ കുട്ടികൾ. അപ്പൊ അതിന്റെ ഒരു റീസൺ അവർ ഡിവോഴ്സ് റേറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കും ഇടയിൽ അഡ്ജസ്റ്റ്മെന്റ് വേണമല്ലോ. അവർക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ ലൈഫ് ഒട്ടും പോവാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ അടികൂടി ജീവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്
നല്ല സുഹൃത്തുക്കളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത് അല്ലെ. ഒരു വീട്ടിൽ തന്നെ അവരിൽ തമ്മിലുള്ള അടികൂടൽ, ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഡ്രാമ അവർക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണല്ലോ അവര് അതിലേക്ക് പോകുന്നത്. വേർപിരിയൽ എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു കാര്യമൊന്നുമല്ല. ലൈഫില് ഒരു 5 or 6 വർഷമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരാള് അവര് നമ്മുടെ ലൈഫിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുമ്പോ അവരുടെ ഒരുപാട് മെമ്മറീസ് ഉണ്ടാകും. ഇപ്പൊ അന്ന് കല്യാണത്തിന് കൊടുത്ത സാരി ഉണ്ടാകും, അല്ലെങ്കിൽ അന്ന് നമ്മളിട്ട ഓർണമെന്റ് ഉണ്ടാകും, ചിലപ്പോൾ അതിലൊരു കുട്ടി ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ഒരു പെയിൻ ആണ് എന്നും ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു മെന്റൽ ട്രോമയ്ക്കുള്ള ഒരു ഹോപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ. പിന്നെ ആ ഡിവോഴ്സ് ആയ വ്യക്തികൾ പഴയ പോലെ വീണ്ടും ഒരു കല്യാണം കഴിക്കാനും പോലും തയ്യാറാവുന്നില്ല. അവരാ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറക്കുമെന്ന് പറഞ്ഞ പോലെ അവര് പിന്നെ ആ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് കൂടുതൽ. ഒരുപാട് പേര് ഇന്നെന്ന് വെച്ചാൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന്റെ ഒരു കാലമാണ്. കൂടെ ഒരു പാർട്ണർ ഉള്ളപ്പം തന്നെ അവര് വേറൊരു പാർട്ണറുമായിട്ട് സെറ്റിൽഡ് ആയിരിക്കും ഓൾറെഡി ലൈഫ്. അതിപ്പോ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് ഡൈവേഴ്സ് ആയിട്ട് കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല, പക്ഷെ ഒരു 1% ആൾക്കാരുണ്ടാവും ഇനി അങ്ങനെ ഒരു ലൈഫ് വേണ്ട. കാരണം അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും. മറ്റൊരാൾക്ക് ഒരു പാർട്ണർ കൂടെ ഉണ്ടെങ്കിലാണ് അവരുടെ ലൈഫ് കുറെ കൂടി സപ്പോർട്ടിങ്. ചിലർക്ക് ആ സപ്പോർട്ട് ആവശ്യമില്ല, അങ്ങനെയുള്ളവർ ഒറ്റയ്ക്ക് ജീവിക്കും. സപ്പോർട്ട് ആവശ്യമുള്ളവര് വീണ്ടും റീമാരേജ് ചെയ്ത് അതിൽ ചിലപ്പോൾ അവരുടെ ലൈഫ് സക്സസ് ആയിട്ട് പോകും. ഓരോ വ്യക്തികളും ഓരോന്നാണല്ല. അതെ. പിന്നെ ഈ ഡിവോഴ്സ് ആകുന്ന പേരൻസിന്റെ കുട്ടികൾ അവർക്ക് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അതുവരെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നെങ്കിൽ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ. അപ്പം ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം അത് ഭയങ്കര ആക്ച്വലി അത് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു തെറ്റായ ധാരണയാണ്. അതായത് സെപ്പറേഷൻ എന്നവർ ഡിസൈഡ് ചെയ്യുന്നത് പെട്ടെന്ന് രാവിലെ എണീറ്റിട്ട് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കില്ല. അവര് ചിലപ്പോൾ 1-2 വർഷങ്ങൾ അവര് ഒരു വീട്ടിൽ തന്നെ 2 മുറിയിലായിരിക്കും താമസിക്കുന്നത്. അപ്പോഴും ഈ കുട്ടി എന്ന് പറയുന്ന ആളെ അച്ഛൻ ചിലപ്പോൾ നോക്കില്ല, ചിലപ്പോൾ അമ്മയായിരിക്കും നോക്കാത്തത്. അപ്പോൾ ഈ കുട്ടി ഏതെങ്കിലും ഒരു പാരന്റിന്റെ കൂടെ തന്നെ ആയിരിക്കും. ഈ കൊച്ചിനെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നത് അതിലൊരു പാരന്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ലൈഫ് പിന്നെ സേഫ് ആക്കുന്നതും ആ പാരന്റിന്റെ കർത്തവ്യമായിട്ട് അങ്ങ് മാറുകയാണ്. ചിലപ്പോൾ അത് അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. അതാരാണോ ആ പാരന്റ് അവരുടെ കർത്തവ്യമായി മാറി. അപ്പം ഈ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിന്റെ സ്കൂളിൽ ഒരു ആനുവൽ ഡേയോ അതുവരെ കൊച്ചിന് പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്കൂളിൽ പിക്ക് ചെയ്യാൻ പോകുന്നതോ അപ്പൊ അമ്മയില്ലേ അച്ഛനില്ലേ ഇങ്ങനെയുള്ളൊരു ചോദ്യമാണ് ആ കുഞ്ഞിലുണ്ടാക്കുന്ന വേദന. ആ വേദന ഗ്രാജുവലി അവരുടെ മനസ്സിൽ ഒരു വലിയൊരു മുള്ളു കുത്തി വെച്ചതുപോലെ ഉണ്ടാകും. അത് കുഞ്ഞിന് വളർന്നു വരുമ്പോ കുട്ടികൾക്ക് ആ വേദന കുട്ടി വളരുന്നതിനോടൊപ്പം വളരും. അതായത് ആ സ്ഥാനത്തൊരു അച്ഛനില്ല അമ്മയില്ല എന്നുള്ളത് എന്നും ഒരു വേദന തന്നെയല്ലേ. അത് ആ കുഞ്ഞിന്റെ എല്ലാ ഗ്രോയിങ് ഓരോ സ്റ്റേജിലും അച്ഛൻ വേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും, അതേപോലെ അമ്മ വേണ്ടതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മയ്ക്ക് പ്ലേ ചെയ്യേണ്ട റോൾ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ട്, അതേപോലെ അച്ഛനും പ്ലേ ചെയ്യാനുള്ള റോളുണ്ട്. അച്ഛനും അമ്മയും ഒരേപോലെ റോള് എങ്ങനെയാണോ നിർവഹിക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത് അല്ലെ. അതിപ്പോ നമ്മുടെ കാര്യം നമ്മളും ഒക്കെ വളർന്നു വന്നപ്പോഴും അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളും ഒക്കെ സക്സസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പലതും നമുക്ക് പല മൊമെന്റ്സും നമുക്ക് നഷ്ടപ്പെടും. ഒരു കേക്ക് കട്ടിങ്ങും അല്ലെ, അങ്ങനെ ഓരോ ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും അമ്മയുടെ കൈ മാത്രമേ പിടിക്കാനുണ്ടാവുള്ളൂ. ഒരു പാർക്കിൽ പോകുമ്പോഴും അച്ഛന്റെ അമ്മയുടെയും കൈ പിടിച്ച് നടക്കുന്നതിന്റെ ഒരു ഹാപ്പിനെസ്സും അവരോടൊപ്പം ഇരുന്ന് നമ്മള് ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകുന്നതാണെങ്കിലും അതൊക്കെ എൻ്റർലി ഒരു ഡിഫറെന്റ് മൊമെന്റ് ആണ്. അത് ആ കുട്ടിക്ക് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുക, നമ്മുടെ സിറ്റുവേഷൻസ് കാരണം നഷ്ടപ്പെടുത്തുക, അങ്ങനെ നമ്മൾ വിധി എന്നുള്ളൊരു പേര് കൊണ്ട്. പക്ഷെ നമുക്ക് 2 പേർക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല എങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ അല്ലേ. ആ കുട്ടിയുണ്ട് എന്ന് കരുതി നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞ് ജീവിതം തള്ളി നീക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് നമ്മൾ പറയാം നമ്മുടെ വിധി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പില് അധികകാലം മുന്നോട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ പല സ്ത്രീയും പുരുഷനാണെങ്കിലും
ഒരുപാട് സഹിച്ചു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴും ഒരു 30-40% ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ. കാരണം അത് ആ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കരുത്, പക്ഷെ അപ്പോഴും ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറയും ഈ സഹിച്ചു നിൽക്കുന്നവരുടെ കുട്ടി ഹാപ്പി ആണെന്ന് നമ്മൾ കരുതും, പക്ഷെ അവരും അതിന്റെ അപ്പുറം അവര് സഹിക്കുന്നുണ്ട്. വീട്ടിലെ ഡെയിലി അഴക്കും, എന്തോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒച്ചപ്പാട്, ബഹളം, സാധനങ്ങൾ എടുത്തെറിയുക, ഇതൊക്കെ ആ കുട്ടിയും കണ്ട് അതിന്റെ മെന്റൽ ടോർച്ചറിങ്. അപ്പൊ ആ കുട്ടി ആഗ്രഹിക്കുന്നത് അയ്യോ അപ്പുറത്തെ വീട്ടിൽ എന്ത് സമാധാനമാ, എന്റെ അച്ഛനും അമ്മയും മാത്രം ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സെപ്പറേഷൻ ആണ് ബെറ്റർ എന്ന് തോന്നും. സെപ്പറേഷൻ നോക്കുമ്പോ ഇതാണ് ബെറ്റർ എന്ന് തോന്നും. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഡിസിഷൻസ് ആണ് ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ രണ്ടുപേരും സംസാരിച്ചത് കൊണ്ടൊന്നും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അത് അവരവർ തന്നെ തീരുമാനിക്കണം. അവരവരുടെ ലൈഫ് അവരവർ തന്നെ തീരുമാനിക്കണം. നമുക്ക് പ്രണയം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണല്ലോ. കാരണം ആരോടും എപ്പോൾ വേണമെങ്കിലും പ്രണയം തോന്നാം. അതിന് ഏജൊന്നും ഒരു വിഷയമേ അല്ല. അപ്പം രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുമ്പോൾ അവരുടെ പേരൻസ് അത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? പാരൻസിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ പ്രണയിക്കുമ്പോൾ, അതായത് നമ്മൾ പറയും ഒരു ആൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ അവൻ ആകെ മാറി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ഒരു കുട്ടി കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുമ്പോൾ അവരൊരു ഇമാജിനറി ലോകത്താണ്. അവരുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഓരോ ഹോർമോൺസ് ആയിക്കൊള്ളട്ടെ, അവരുടെ ബോഡിയുടെ ഒരു നാച്ചുറൽ ഇതെല്ലാം മൊത്തത്തിൽ മാറും. കാരണം അവർ ഹാപ്പിനെസ്സിൽ മുഴുകിയാണ് ജീവിക്കുന്നത്. അവർ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. പക്ഷേ ചില പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. ആ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ പ്രണയവും ആ ലൈഫും ചിലപ്പോൾ മോസ്റ്റ്ലി ബ്യൂട്ടിഫുൾ ആകാം. പക്ഷെ അതിനെ എതിർക്കുന്നത് പാരന്റ്സ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എതിർക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. മേ ബി ആ കുട്ടിയുടെ നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജോലി അവർക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കത്തില്ല. പിന്നെ ഒരുപാട് അതർ ഫാക്ടേഴ്സ് ഒരുപാട് പറയുന്നുണ്ടല്ലോ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ലൈഫിലേക്ക് അവരെ അടിച്ചേൽപ്പിക്കാണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. ലൈഫ് അവർക്ക് അടിച്ചേൽപ്പിച്ചാല് ഇപ്പം ആ പയ്യന് വേറൊരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്തു, ആ പെൺകുട്ടിക്ക് വേറൊരു പയ്യനെ കണ്ടുപിടിച്ചു കൊടുത്തു. ശരിക്കും അവരുടെ ലൈഫ് ഒരിക്കലും കംപ്ലീറ്റ് ആവണമെന്നില്ല. ഡീപ്പ് ലവ് ആണെങ്കിൽ ചിലപ്പം അത് രണ്ട് വ്യക്തികൾക്കും, ആ ആണിനും പെണ്ണിനും, അതായത് അവർ തമ്മിലുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് പോലും ഈ ഫസ്റ്റ് പാർട്ട്ണറിനെ ആയിരിക്കും അവർ ആ ഓരോ മൊമെന്റിലും അവരുടെ മൈൻഡിൽ ഓർക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു ലൈഫ് പോലും അവർക്ക് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. എപ്പോഴും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും എവിടെയൊക്കെയോ ഒരു നഷ്ട പ്രണയത്തിന്റെ വേദന അവരുടെ മനസ്സിലുണ്ടാകും. ചിലപ്പോ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു പോവായിരിക്കും, ചിലപ്പോ അങ്ങനെ പോയിട്ട് ഒരുപാട് പേരുടെ ലൈഫ് ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് കഥകളും പയ്യന് കല്യാണം കഴിച്ചു പോകാൻ സാധിക്കാതെ ഒറ്റയ്ക്കും ജീവിക്കുന്ന അങ്ങനെയും ഒരുപാട് പേരുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള മൂവീസ് വരെ നമ്മളിപ്പോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ആ ഒറ്റയ്ക്കായി പോകുന്ന ആളുടെ മാനസികാവസ്ഥ അത് ഭയങ്കര ഒരു വിഷമകരമായ ഒരു അവസ്ഥയായിരിക്കത്തില്ല. അതെ, അവരിൽ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു മെന്റൽ ട്രോമയാണത്. ആ മെന്റൽ ട്രോമയിൽ നിന്ന് ചിലപ്പോ അവര് പലതരത്തിലുള്ള ഇവർക്കൊരു അഡിക്ഷൻ ആയിരുന്നല്ലോ, ആ അഡിക്ഷൻ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് പോകുമ്പോ അവര് വേറെ പലതിലും അവരുടെ റിലാക്സേഷൻ കണ്ടുപിടിക്കും. ചിലപ്പോൾ അത് ആൽക്കഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി ആയിരിക്കാം. ഒന്നുമല്ലെങ്കിൽ അവരൊരു സൈക്കോളജിക്കലി ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെ അവർ കടന്നു പോകാം. അവർക്ക് പിന്നെ അതെ അവരുടെ ലൈഫ് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. കംപ്ലീറ്റ് ആകുക എന്ന് മാത്രമല്ല, അവരുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി, അവരുടെ അത്രയും നാൾ അവരൊരു ഡ്രീം ഫേസിലായിരിക്കുമല്ലോ. ഒരാളുടെ ഡ്രീം നമ്മൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പണിഷ്മെന്റ്. അത് നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതലും പിന്നെ എക്സ്ട്രാ മാരിറ്റൽ ലൈഫ് ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പം അത് നല്ലതാണോ എന്ന് വെച്ചാൽ ഇപ്പം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കുമല്ലോ. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമുക്ക് സംസാരിക്കാനും എല്ലാം തുറന്ന് സംസാരിക്കാനും ഒഫീഷ്യലായിട്ടാണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും എല്ലാം പറയാൻ ഒരാളുണ്ടാകുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമായിരുന്നു. മാഡം ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? നമ്മൾ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് കളിക്കുമ്പം, അങ്ങനെ. അല്ലാണ്ട് നമുക്കൊരു ഹാപ്പിനെസ് നമ്മളൊരു ഫ്രണ്ടിന്റെ അടുത്ത് പോകുമ്പോഴും. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്ഷിപ്പിൽ ഹാപ്പിയാണ്.
എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടാകുന്ന ശൂന്യത എന്ന് നമ്മൾ പറയും, ഒറ്റപ്പെടലിൽ നിന്നാണ് അവർക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ എക്സ്പെക്ട് ചെയ്തത് ഒന്ന് ലൈഫിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഒരുപാട് നാൾ അവർ വെയിറ്റ് ചെയ്യും, പിന്നെയും കിട്ടുന്നില്ല, അവരുടെ ഡ്രീം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ലൈഫിൽ നിന്നാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ, അല്ലെങ്കിൽ അവരെ കൂടുതൽ കേൾക്കാൻ ടൈം ഉള്ള ഒരാളെ, അങ്ങനെ അവര് പോകുന്നത്. ഫുൾഫിൽ ചെയ്യാൻ ഇപ്പൊ നമ്മള് വീട്ടില് തന്നെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് പല കാര്യങ്ങളിലും ബിസി ആയിരിക്കും, അല്ലെങ്കിൽ വൈഫ് പല കാര്യങ്ങളിലും ബിസി ആയിരിക്കും. രണ്ട് വ്യക്തികൾക്കും അവരുടെ നീ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇന്ന് കാണാൻ നന്നായിട്ടുണ്ട്, ഈ ഡ്രസ്സ് നല്ലതാണ്, നിന്റെ കമ്മല് നല്ലതാണ്, പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ത്രീകൾക്ക് അഭിനന്ദനം ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാല് അവൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അവള് മൊമെന്റ് എൻജോയ് ചെയ്യുന്നതും ഭർത്താവിനോടൊപ്പം ആയിരിക്കും. പക്ഷെ പുരുഷനും അതേപോലെ തന്നെയാണ്. അവരെ നമ്മൾ കുറെ കൂടെ കൺസിഡർ ചെയ്യണം. പുരുഷന്മാർ എപ്പോഴും പാമ്പറിങ്, നല്ലൊരു സെക്ഷൽ ലൈഫ്, ഇതൊക്കെ ആഗ്രഹിക്കുന്നതാണ് മോസ്റ്റ്ലി പുരുഷന്മാര്. സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ മനസ്സുകൊണ്ടാണ് കൂടുതൽ അവരുടെ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു സാരി വാങ്ങിക്കൊടുക്കുന്നതിലായിരിക്കും, കമ്മൽ നല്ലതാണെന്ന് പറയുന്ന അവരെ വീട്ടിലെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുന്നതിലായിരിക്കും. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അത് എൻറ്റർലി ഡിഫറെന്റ് ആണ്. പുരുഷന്മാരെ സംബന്ധിച്ച് അതൊക്കെയാണ് സ്ത്രീകളുടെ സന്തോഷം. പുരുഷന്മാരിൽ അത് എൻറ്റർലി ഡിഫറെന്റും ആണ്. അപ്പൊ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ചൂസ് ചെയ്യുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർക്ക് കിട്ടാത്ത മേ ബി ഒരു നല്ലൊരു സെക്ഷൽ ലൈഫിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ്, യാത്രകൾ പോകാനും അങ്ങനെയൊക്കെ ആയിരിക്കും. പല പർപ്പസ് ആയിരിക്കും ഓരോരുത്തരും ഓരോ എക്സ്ട്രാ മാരിറ്റൽ ലൈഫും ബിൽഡ് ചെയ്യുന്നത്. അത് നമ്മൾ പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതിനേക്കാളും നല്ലതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബന്ധങ്ങളും ഒരാണും പെണ്ണും അല്ലേ, എല്ലാ ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പേരിൽ നമുക്ക് തന്നെ വിളിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ബോഡിയിലും സെക്സ് ഹോർമോൺസ് ഉണ്ട്. ഇത് ഏത് മൊമെന്റില് എപ്പോ ഇത് ആക്റ്റീവ് ആകും, അല്ലെങ്കിൽ ഇത് ഇവർക്ക് എപ്പോ. നമ്മൾക്ക് അനിമൽസിനെ വെച്ച് നോക്കുമ്പോൾ ഹ്യൂമൻസിന് മാത്രമാണ് ഇതൊരു പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒന്ന്, സെക്സ് എന്ന് പറയുന്നത്. അനിമൽസ് എപ്പോഴും ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലും ചെയ്യുന്നതാണ്, പല പല ഇണകളെ തേടും. പക്ഷെ അത് ഹ്യൂമൻസിന് അത് പറ്റില്ല. പക്ഷെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ആക്കണം എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തർ ചൂസ് ചെയ്യുന്ന ലെവൽ ഓഫ് ഇതായിരിക്കും.